കുറേ നേരത്തെ യാത്രക്കൊടുവിൽ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു മലയാളി ഗൈഡ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റൂമിലെത്തിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. ഒരു ചായ എല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷപ്പായിട്ട് വേഗം താഴേക്ക് ഫുഡ് കഴിക്കാൻ പോയി. പിന്നൊരു കാര്യം, റൂമിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയണം കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ റൂമായിരുന്നു. ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയോ? നല്ല ഭംഗിയില്ലേ? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലെത്തി, ഫുഡെല്ലാം എടുത്തു. എന്തായാലും നന്നായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്നോട് പറയണ്ടല്ലോ, നന്നായിട്ട് കഴിക്കാം. അവൾക്കുള്ള ഫുഡും കൊടുത്ത് അവളെയും ഓക്കെ ആക്കി. അപ്പോഴത്തേക്ക് 8:30 ആയി. 8:30 ആകുമ്പോഴത്തേക്ക് മഹേഷ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിനടുത്ത് എത്തി കേട്ടോ. 1143 വർഷം പഴക്കമുള്ള കെട്ടിടം എന്നാണ് ഇത് പണിയുന്നത്. അതിനത് കൊല്ലക്കുണ്ടായിരുന്നു. കൊല്ലക്കുണ്ടെന്ന് പറഞ്ഞാൽ അറിയാം, ആടിനെ മേയ്ക്കുന്ന സ്ഥലമാണ്. 1143 വർഷം പഴക്കമുള്ള കോട്ട, അതും ഫുൾ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചത്. ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറാനുണ്ടായിരുന്നു ഫെസിലിറ്റി. ഈ കോട്ട ഫുള്ള് ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയാണെന്നാണ് പറഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടുണ്ടാവും ഉണ്ടാക്കാനായിട്ട്. ഒരു ലോകം തന്നെ കേട്ടോ. So this fort first started built by Kakatiya dynasty. Kakatiya Telugu Raja. Hindu Raja first time built this fort, very small mud fort. 1143 में पर हिंदू राजा मड फोर्ट बना small. 400 years after later Muslim Raja came. Limestone this much here. Limestone hardy drum. 750 കൊടുത്താൽ ഉള്ളിലൊരു ഗൈഡ് ഉണ്ടാകും, നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെ ചുമ്മാ കണ്ടിട്ട് കാര്യമില്ലല്ലോ. 390 പടികളാണ് കോട്ടയ്ക്കകത്തുള്ളത്. ഇതെല്ലാം നമ്മൾ കയറണം. അതിന് ഗൈഡ് ഞങ്ങൾക്കൊരു എളുപ്പ വഴി കാണിച്ചു തന്നു കേട്ടോ. So after the king poison food touch to the plate, after later plate color turn changes to black. Raja lunch करेगा green plate, poison का water. ഹൈദരാബാദിലുള്ള ഈ ഒരു കോട്ട നമ്മളല്ലേ ഇവിടെ വന്നാൽ മിസ് ചെയ്യുന്നുണ്ടോ. അത് മാത്രമല്ല, അത് പുറമെ കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലോങ് നടക്കാനുണ്ടാവും എന്നാണ് ഗൈഡ് നമ്മളെടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഈ കോട്ടൻ്റെ ഉള്ളിൽ കൂടെ മാക്സിമം നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ വെയിലും ഉണ്ടാവില്ല. ഓക്കെ.